മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർക്കിൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 305-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. അനാകാർഡിയം ഓറിയന്റൽ, ഹോമിയോപ്പതിയിലെ ഏറ്റവും മുന്തിയ സൈക്കോളജിക്കൽ മെഡിസിൻസിൽ ഒന്നാണ് അനാകാർഡിയം. എന്ന് മാത്രമല്ല, മാനസിക ലക്ഷണങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ ശാരീരിക ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പിൽ അർത്ഥമില്ല എന്ന് വരെ കെന്റ് പറയുന്നൊരു ഔഷധമാണിത്. അത്രയ്ക്ക് അതിൻ്റെ ഫോക്കസ് അതിലേക്കാണ്. മാനസികമെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോൾ ഇച്ഛാശക്തിയെയും ഇൻ്റലക്റ്റിനെയും മനസ്സിനെയും ബൗദ്ധിക മണ്ഡലത്തെയും ഇച്ഛയുടെ മണ്ഡലത്തെയും മനോമണ്ഡലത്തെയും എല്ലാം വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു ഔഷധമാണിത്. മാത്രമല്ല, ഈ ഒരു ലെക്ചറിലൂടെ ഈ അനാകാർഡിയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സമഗ്രമായി തരുന്നതിനുപരി ഈ വില്ല്, ഇച്ഛ, ബുദ്ധി, മനസ്സ് എന്നിവ തമ്മിലുള്ള ബന്ധം, ആ ലക്ഷണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം, ഇതിലേത് വിഭാഗത്തിൽപ്പെടുമെന്ന് മനസ്സിലാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ നല്ലൊരു വിശദീകരണം. ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ മനോരോഗ വിജ്ഞാനീയത്തിൻ്റെ ഒരു അടിത്തറ, ഒരു പൊതു രൂപരേഖ കെന്റ് ഇവിടെ തരുന്നുണ്ട്. എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണിത്. റസ് ഫാമിലിയിൽ പെട്ടൊരു ഔഷധമാണിത്. എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ളൊരു ഔഷധം കൂടിയാണിത്. അത് ഞാൻ വഴിയെ പറയാം. ദിസ് റെമഡി ഈസ് ഫുൾ ഓഫ് സ്ട്രെയിഞ്ച് നോഷൻസ് ആൻഡ് ഐഡിയാസ്. വളരെ വിചിത്രമായ, അസാധാരണമായ ചിന്തകളും അനുഭൂതികളും ആശയങ്ങളും. അപ്പോൾ അനുഭൂതികളും ആശയങ്ങളും ഒക്കെ വസ്തുനിഷ്ഠമായിരിക്കണം. ഇല്ലാത്തവയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ സങ്കല്പനം പോലും അതിനൊരു വസ്തുനിഷ്ഠത വേണം. അത് സംഭാവ്യമാകാം എന്നതിന് ഒരു ഗണിതശാസ്ത്രപരമായ ഒരു അടിത്തറയെങ്കിലും വേണം. ഒന്നുമില്ലാതെയുള്ള വളരെ വിചിത്രമായ അനുഭൂതികളും ആശയങ്ങളും ആണ് ഇവിടെ വരുന്നത്. അത് വാസ്തവത്തിൽ അത് കലാപരം പോലുമല്ല. കലയിൽ ഈ പറയുന്ന പോലെ ഭാവനയ്ക്ക് അതിരുകളില്ല എന്ന് പറയാം, ആശയങ്ങൾക്കും അതിരുകളില്ല. പക്ഷെ അങ്ങനെ ഒരു കലാപരമായ സാഹിത്യപരമായ ഭാവനയ്ക്കും ഒരു ഇൻ്റലക്റ്റിൻ്റെ, ബൗദ്ധിക മണ്ഡലത്തിൻ്റെ ഒരു നല്ലൊരു അടിത്തറ അവിടെ വേണം. അല്ലെങ്കിൽ അതിന് മൂല്യം ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല. ബൗദ്ധിക മണ്ഡലവും ഇച്ഛാശക്തിയുടെ മണ്ഡലവും മനോമണ്ഡലവും എല്ലാം വളരെ കലുഷിതമാണ്, വളരെ കറപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു മൂല്യമുള്ള ഒരു ആശയങ്ങളോ വിചിത്രമായ അനുഭൂതികളോ ആണ് അനാകാർഡിയത്തിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദ മൈൻഡ് അപ്പിയേഴ്സ് ടു ബി ഫീബിൾ. മനസ്സ് വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ക്ഷീണിതമായ മനസ്സിൽ നിന്നും ആരോഗ്യകരമായി എന്ത് പുറത്തു വരും? ഓൾമോസ്റ്റ് മിക്കവാറും അങ്ങനെയാണ്. ഇഫ് നോട്ട് കംപ്ലീറ്റ് ഇമ്പസിലിറ്റി, സമ്പൂർണമായൊരു മാന്ദ്യം ഇല്ലെങ്കിൽ പോലും ആ അങ്ങേയറ്റം ഏതാണ്ട് മിക്കവാറും തന്നെ ക്ഷീണിതമായ അവസ്ഥയാണ്. സീംസ് ആസ് ഇഫ് ഇൻ എ ഡ്രീം. മനസ്സ് ഒരു സ്വപ്നത്തിലെന്ന പോലെയാണ്. വസ്തുതകളുടെ ഒരു അടിത്തറയില്ല. സ്വപ്നത്തിലെന്ന പോലെയാണ് ആ പേഷ്യൻറ്റിൻ്റെ, ആ രോഗിയുടെ മനോവ്യാപാരങ്ങൾ, മനസ്സിൻ്റെ പോക്ക് നിൽക്കുന്നത്. എവറിത്തിങ് ഈസ് സ്ട്രേഞ്ച്. എല്ലാം വളരെ അസാധാരണവും വിചിത്രവും അപരിചിതവും ഒക്കെയാണ്. സ്ലോ ടു കോംപ്രഹെൻഡ്. കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടത്ര വേഗതയിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ? ബുദ്ധിശക്തിയുടെ മണ്ഡലം, ഇൻ്റലക്റ്റിൻ്റെ മണ്ഡലം ക്ഷീണിതമായതുകൊണ്ടാണ് ഗ്രഹണശക്തി കുറവ്. കാര്യങ്ങളെ ശരിയായ രീതിയിൽ വേണ്ടത്ര വേഗത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. മാർക്ക്ഡ് ഇറിറ്റബിലിറ്റി. അയാളുടെ അസ്വസ്ഥത, ആ ഇറിറ്റബിളാണ്, അസ്വസ്ഥമാണ് ആള്. ഡിസ്റ്റർബ്ഡ് ബൈ എവറിത്തിങ്. എന്തും അയാൾ അസ്വസ്ഥമാക്കും. അത് ആരോഗ്യകരമായ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ ഇച്ഛയുടെയോ ഒരു അവസ്ഥയല്ലത്. അങ്ങനെയുള്ള ഒരാൾ വളരെ കമ്പോസ്ഡ് ആയിരിക്കും. ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്നാൽ കുലുക്കമില്ലാതെ നിൽക്കണം. അത് നിന്നാലേ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ചെറിയൊരു പ്രതികൂല സാഹചര്യം, ഒരു ഇറിറ്റേഷൻ വന്നാൽ അപ്പം തന്നെ അസ്വസ്ഥപ്പെടുന്ന ഒരവസ്ഥ, അത് മോർബിഡ് സ്റ്റേറ്റ് ആണത്. അതാണ് മാർക്ക്ഡ് ഇറിറ്റബിലിറ്റി. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇറിറ്റബിലിറ്റി. ഡിസ്റ്റർബ്ഡ് ബൈ എവറിത്തിങ്, കേഴ്സിങ്. അങ്ങനെ വന്നിട്ട് ഇയാൾ എല്ലാവരെയും ശപിക്കും. അസ്വസ്ഥ കൊണ്ട് എല്ലാവരും ശപിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വീക്ക് മെമ്മറി, ഓർമ്മ ക്ഷീണിച്ചു, വേണ്ടത്ര ഓർമ്മയില്ലാതെയായി, അവിടെയും ഇന്റലക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫോർഗറ്റ്ഫുൾ ഓഫ് തിങ്സ് ഇൻ ഹിസ് മൈൻഡ് ബട്ട് എ മൂമെന്റ് അഗോ. ഒരു നിമിഷം മുമ്പ് അയാളുടെ മനസ്സിലുണ്ടായൊരു കാര്യമാണ്, പക്ഷെ ഈ നിമിഷം അയാൾ മറന്നുപോയി, വളരെ പെട്ടെന്ന് മറന്നു പോകുന്നു. ഓൾ ഹിസ് സെൻസസ് സീം ടു വാനിഷ്. അയാളുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെ അനുഭൂതികളെല്ലാം അപ്രത്യക്ഷമായി പോയി, എല്ലാം പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അപ്രത്യക്ഷമായി പോയതുപോലെ. ആൻഡ് ഹി ഗ്രോപ്സ് അറൗണ്ട് ആസ് ഇൻ എ ഡ്രീം. അണ്ട് ചുറ്റും ഇങ്ങനെ പരതുകയാണ് സ്വപ്നത്തിലെന്ന പോലെ. അയാൾക്ക് സ്പർശനം, ഗന്ധം, കാഴ്ച, കേൾവി ഇതൊന്നും കിട്ടുന്നില്ല. ഒരു ഇരുട്ടുമുറിയിലകപ്പെട്ട പോലെ ചുറ്റും ഇങ്ങനെ പരതുകയാണ്. ഇവിടെ ഒരു പിടിവള്ളിക്ക് വേണ്ടിയിട്ട്, ഒരു നിലപാടിന് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ചുറ്റും പരതുകയാണ്. ഒരു സ്വപ്നത്തിലെന്ന പോലെയാണ് അയാൾ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്, ഓൾട്ടർനേറ്റ് സ്റ്റേറ്റ്സ്, അവസ്ഥകൾ മാറി വരുന്നു. അയാൾ മനസ്സിൻ്റെ അവസ്ഥകൾ പെട്ടെന്ന് മാറി വരുന്നു. ഒരു അവസ്ഥയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, പെട്ടെന്ന് മാറി വരുന്ന അവസ്ഥകൾ, മാറിയും മറിഞ്ഞും വരുന്നു. ഡൾനെസ് ആൻഡ് സ്ലഗ്ഗിഷ്നെസ് ഓഫ് ദ മൈൻഡ് പ്രിവൈൽ. മനസ്സിൻ്റെ ആ ഒരു മാന്ദ്യം, ആ ഒരു വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്തൊരവസ്ഥ, അതിനാണ് മേൽക്കൈ. അയാളുടെ ആരോഗ്യത്തിനോ അയാളുടെ ഒരു ബാലൻസ്ഡ് കണ്ടീഷനോ അല്ല, മനസ്സിൻ്റെ ക്ഷീണിതമായ മാന്ദ്യത്തിലുള്ള അവസ്ഥയ്ക്കാണ് അവിടെ മേൽക്കൈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ഹീസ് ഇൻ എ കണ്ടിന്യൂസ് കോൺട്രവേഴ്സി വിത്ത് ഹിംസെൽഫ്. അയാളോട് തന്നെ വൈരുദ്ധ്യത്തിലാണ്, തന്നോട് തന്നെ വൈരുദ്ധ്യത്തിലായിരിക്കുക. തൻ്റെ ചിന്തകളും തൻ്റെ പ്രവൃത്തികളും, തൻ്റെ ഉള്ളിലുള്ള ചിന്തകളും അയാളുടെ പുറമേ കാണിക്കുന്ന അയാളുടെ പ്രവൃത്തികളും കെൻഡ് തുടർന്ന് ആ ഒരു മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. കോൺട്രവേഴ്സി വിത്ത് ഹിംസെൽഫ് എന്നുള്ള, അല്ലെങ്കിൽ ഹെർ സെൽഫ് എന്നുള്ള ആ ഒരു അവസ്ഥ, തന്നോട് തന്നെ പൊരുത്തപ്പെടുന്നില്ല, ഒരു ആന്തരിക വൈരുദ്ധ്യം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. ഇറസൊല്യൂഷൻ മാർക്സ് ഹിസ് ക്യാരക്ടർ. അയാളുടെ സ്വഭാവത്തിൻ്റെ ഒരു തനിമ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇറസൊല്യൂഷൻ, അത് വേണോ ഇത് വേണോ. ഹി കനോട്ട് സെറ്റിൽ ബിറ്റ്വീൻ ഡൂയിങ് ദിസ് ആൻഡ് ദാറ്റ്. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നതിനെ കുറിച്ചൊരു അന്തിമമായ ഖണ്ഡിതമായ ഒരു തീരുമാനം എടുക്കുക ഇയാൾക്ക് പറ്റുന്നില്ല. ഹി ഹെസ്റ്റേറ്റ്സ് ആൻഡ് ഓഫൺ ഡസ് നത്തിങ്. അതാണ് സംഭവിക്കുന്നത്. സംശയിച്ച് നിന്നിട്ട് അവസാനം ഒന്നും ചെയ്യുന്നില്ല. ഇത് വേണോ അത് വേണോ, ഏതെങ്കിലും ഒന്ന് ചെയ്യുക, ഒന്നും ചെയ്യാത്ത ഒരു നിഷ്ക്രിയതയിലേക്ക് അയാൾ പോകുന്നു. ഒരു തരം മരണത്തിൻ്റെ അവസ്ഥ. നിഷ്ക്രിയത എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന ജീർണതയാണ്. ഹി കനോട്ട് ഡിസൈഡ്. അയാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി ഇൻ ആൻ ആക്ഷൻ ഓഫ് ഗുഡ് ഓർ ഈവിൽ. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ, നല്ലത് ചെയ്യണോ ചീത്ത ചെയ്യണോ, ഒരാളെ ഉപദ്രവിക്കണോ വേണ്ടയോ, കൊല്ലണോ കൊല്ലാതിരിക്കണോ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവരെ തൽപര കക്ഷികൾക്ക് ദുർവിനിയോഗം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൊതുവെ സമൂഹത്തിൽ ഗുണ്ടകളെന്നും അക്രമികളെന്നൊക്കെ പറയുന്ന ആളുകൾ, അക്രമവാസന അവരുടെ സ്വഭാവത്തിന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി മറ്റൊന്ന്, ഹി ഹിയേഴ്സ് വോയിസസ് കമാൻഡിങ് ഹിം ടു ഡു ദിസ് ഓർ ദാറ്റ്. അതും ഇതുമൊക്കെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അയാളെ അയാളോട് കൽപ്പിക്കുന്ന, അയാളെ കമ്പല്ലി നിർബന്ധിക്കുന്ന ശബ്ദങ്ങൾ അയാൾ കേൾക്കും. ഇന്നലൊരു പാലക്കാട് ജില്ലയിലൊരു കേസിൽ ഒരു പ്രതി ഒരു കൊലപാതകം ചെയ്തു, പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ 2 സാക്ഷികളെയും കൊന്നു. അതിനുശേഷം ആ രണ്ടാമത്തെ കേസിൻ്റെ തെളിവെടുപ്പിന് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാണ്, ആരോ എന്നോട്, എൻ്റെ തലയിലുള്ളിൽ ആരോ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ, ഞാനായിട്ട് ചെയ്തത്. അയാൾ ഭാവഭേദമില്ലാതെ നിൽക്കുകയാണ്. ചിലപ്പോൾ അത് അയാൾ അങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നതാകാം, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ആൻഡ് സീംസ് ടു ബി ബിറ്റ്വീൻ എ ഗുഡ് ആൻഡ് ആൻ ഈവിൾ വിൽ. അയാൾ സീംസ് ടു ബി, നമുക്ക് തോന്നിക്കുന്നു, നമുക്കത് എൻ്റെ ഉള്ളിൽ കയറി കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് തോന്നിക്കുന്നത്? അയാൾ ഒരു ഗുഡ് വില്ലിനും ഈവിൾ വില്ലിനും ഇടയിലാണ്. നല്ലത് ചെയ്യണമെന്നുള്ള ഇച്ഛ, ആ ഒരു ഡിസയർ, വില്ലെന്ന് പറയുമ്പോൾ ഡിസയർ അല്ലെങ്കിൽ ഹെയ്റ്റ്, അത് രണ്ടും വില്ലിൻ്റെയാണ്. അപ്പോൾ നല്ലത് ചെയ്യണമെന്നുള്ള ഒരു ഡിസയർ അല്ലെങ്കിൽ വില്ല്, മോശം തിന്മ ചെയ്യണമെന്നുള്ള വേറൊരു വില്ല്, ഈ 2 വില്ലിന് ഇടയിലാണ് ഇയാൾ കിടക്കുന്നത്. അപ്പോൾ
അയാളുടെ വില്ലിൻ്റെ മണ്ഡലം കലുഷിതമായത് പെർവേർട്ടഡായി, അത് മോർബിഡായി എന്നാണ് അതിൻ്റെ അർത്ഥം. അയാളുടെ വില്ലിനെ ബാധിച്ചിരിക്കുന്നു. ഏറ്റവും ഉയർന്നൊരു മണ്ഡലമാണ് വില്ലിൻ്റെ മണ്ഡലം. ലക്ഷണങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും പ്രാധാന്യമേറിയ ലക്ഷണം വില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രേവിങ്സ് ആൻഡ് ഹെയ്റ്റ്സ്, ഒരു സാധനം വേണമെന്നുള്ള അദമ്യമായ ആഗ്രഹം, കൊതി, ആർത്തി, വെറുപ്പ്, എനിക്ക് പറ്റില്ല, എനിക്ക് തിന്നാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, അവിടെ പറ്റില്ല. ഇപ്പോൾ ആ ഒരു അവസ്ഥ വില്ലിൻ്റെ ഏറ്റവും ഉന്നതമായ മണ്ഡലം. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വില്ലുള്ളതുകൊണ്ടാണ്. ജീവിക്കണമെന്നുള്ള വളരെ പ്രാഥമികമായ ഒരു വില്ലുള്ളതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. ആ വില്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൾ മരിക്കും. നമ്മൾ തുടർന്ന് വരാൻ പോകുന്ന ചില ഔഷധങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഹിസ് പെർസ്യൂഡഡ് ബൈ ഹിസ് ഈവിൾ വിൽ ടു ഡു ആക്ട്സ് ഓഫ് വയലൻസ് ആൻഡ് ഇൻജസ്റ്റിസ്. അയാളുടെ ദുഷ്ചിന്ത എന്നല്ല, ദുരാഗ്രഹം, ദുർമോഹം, അയാളുള്ള തിന്മ ചെയ്യണമെന്നുള്ള അയാളുടെ ഇച്ഛ, അത് അയാളെ കൊണ്ട് അക്രമം ചെയ്യിക്കുന്നു, അനീതി ചെയ്യിക്കുന്നു. വയലൻസ് ആൻഡ് ഇൻജസ്റ്റിസ്, ഈ നീതിയും അനീതിയും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രാചീന മനുഷ്യന് നീതിയോ അനീതിയോ ഉണ്ടായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. മൃഗങ്ങളെ സംബന്ധിച്ചോളം എന്താണ് നീതി അനീതി? അവർ ആഹാരത്തിന് വേണ്ടി കൊല്ലുന്നു, പ്രത്യുൽപാദനത്തിന് വേണ്ടി ഇണചേരുന്നു, അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അതിനപ്പുറം ഒരു നീതിയില്ല. മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു നീതിയുടെയും അനീതിയുടെയുമായിട്ടുള്ള ഒരു നന്മതിന്മയുടേതായിട്ടുള്ള ഒരു ഉയർന്ന മണ്ഡലത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തയാക്കുന്നത് ഈ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്, ഗുഡ് വിൽ ആൻഡ് ബാഡ് വിൽ. മറ്റ് മൃഗങ്ങളിൽ ഒരു ബാഡ് വില്ലുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ, അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആഹാരപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊല്ലും, മറ്റ് ജന്തുക്കൾ ആക്രമിക്കും, അല്ലാതെ വിശപ്പ് കെട്ട് കഴിഞ്ഞാൽ കൊല ചെയ്യില്ല. അപ്പം ഞാനിപ്പോൾ ജിം കോർബറ്റിൻ്റെ ഒരു ജീവതത്വത്തിൻ്റെ പണിപ്പുരയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നരഭോജി കടുവ വേട്ടകഥകൾ ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പറയുന്ന, അദ്ദേഹം ഒരു സംരക്ഷകനും കൂടിയാണ്, കടുവ സംരക്ഷകനും കൂടിയായിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് പലയിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. ചില കടുവയുടെ, ഒരു നരഭോജി, മനുഷ്യനെ കൊല്ലുന്ന ഒരു കടുവയുടെ അടുത്തേക്ക് പോകുമ്പോൾ പോലും പുള്ളി വളരെ ധൈര്യപൂർവ്വം പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ആ കടുവ ആഹാരം കഴിച്ചിട്ട് ഇത്ര സമയമായുള്ളൂ, അതിന് വിശപ്പ് കെട്ടു, അതിന് വീണ്ടും വിശന്ന് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കൊല അത് നടത്തില്ല. അതിനെ പ്രകോപിപ്പിച്ചാൽ ആത്മരക്ഷാർത്ഥം കൊന്നേക്കാമെന്നല്ലാതെ അയാൾ അത് ആഹാരത്തിന് വേണ്ടി ഒരു കൊല നടത്തില്ല. അതുകൊണ്ട് ഒരു നരഭോജിയാണെങ്കിലും ആ ഒരു കടുവ എങ്ങനെ വിശപ്പ് ശമിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടി പോകാം. അപ്പോൾ ആ കടുവയെ സംബന്ധിച്ച്, ആ ഒരു മൃഗത്തെ സംബന്ധിച്ചോളം അതിനൊരു ബാഡ് വില്ലുണ്ടോ? ബാഡ് വില്ലില്ല. അപ്പോൾ ഈ വില്ലിൻ്റെ മണ്ഡലത്തിൽ വരുന്ന ആ ഒരു വ്യതിയാനങ്ങൾ മനുഷ്യനുള്ളതാണ്, നന്മയും തിന്മയും. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യനിൽ ഇത്തരം വില്ലുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ മനുഷ്യന് വരുന്നത്. അപ്പോൾ ഈ ഒരു അനാക്കാർഡിയം പേഷ്യൻ്റ് അക്രമം ചെയ്യണോ അനീതി ചെയ്യണോ, നീതി അനീതി എന്നുള്ള സങ്കല്പങ്ങൾ മനുഷ്യന് വരുന്ന, അത് ചെയ്യണോ, അങ്ങനെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഈവിൾ വില്ലാണ് മുന്നിട്ട് നിൽക്കുന്നെങ്കിൽ ആ മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ അക്രമം ചെയ്യാം, നീതിക്ക് വിരുദ്ധമായ കാര്യങ്ങളെ പ്രവർത്തിക്കാം. ബട്ട് ഈസ് വിത്ത്ഹെൽഡ് ആൻഡ് റെസ്ട്രെയിൻ ബൈ എ ഗുഡ് വിൽ. പക്ഷെ അത് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു നല്ല ഇച്ഛ, നന്മ ചെയ്യണമെന്നുള്ള ഇച്ഛ, അയാളുള്ള നോർമലായിട്ടുള്ള ഇച്ഛ, അത് അയാളെ ഈ തിന്മയുടെ പ്രവൃത്തിയിൽ നിന്നും അയാളെ തടയും, റെസ്ട്രെയിൻ ചെയ്യും, അയാളെ തടയും, അയാളെ നിയന്ത്രിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സോ ദർ ഇസ് എ കോൺട്രവേഴ്സി ബിറ്റ്വീൻ ടു വിൽസ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഇച്ഛകളും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അയാൾ ഉടലെടുക്കും, ബിറ്റ്വീൻ ടു ഇമ്പൾസസ്. അപ്പോൾ നന്മ ചെയ്യണം എന്നുള്ളൊരു ഇമ്പൾസ്, തിന്മ ചെയ്യണമെന്നുള്ള വേറൊരു ഇമ്പൾസ്. ഇമ്പൾസ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം. ഇമ്പൾസ് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇമ്പൾസീവായിട്ട് പ്രവർത്തിക്കുന്നതിന് മുൻപ് ഒരു റീസണിങ്ങിന് സമയമില്ല. അവിടെ വളരെ ക്വിക്ക് ആക്ഷനാണ്. അപ്പോൾ ഇമ്പൾസിൽ നിന്നും രക്ഷപ്പെട്ടാലേ അയാളുടെ ഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രണ്ട് ഇമ്പൾസിന് ഇടയിൽ ഇയാളിങ്ങനെ കിടക്കുകയാണ്. വെൻ ദിസ് ഈസ് റിയലി അനലൈസ്ഡ് ബൈ വൺ ഹു knows something of the nature of man, it will be seen that
The man is disturbed in his external will, but the internal will cannot be affected by medicine. ഒരു മനുഷ്യന്റെ ഉള്ളറകളിലേക്ക്, മനസ്സിന്റെയും ഇച്ചിരി ഉള്ളറകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവയുടെ മേൽ ഔഷധത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് കെന്റ് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത്. വാസ്തവത്തിൽ ഇത് ഹോമിയോപ്പതിയെ അടിസ്ഥാനമാക്കിയ ഒരു മനോരോഗ വിജ്ഞാനീയത്തിൻ്റെ സൈക്കോളജി, ഒരു ഹോമിയോപ്പതിക് സൈക്കോളജിയുടെ അടിത്തറയാണ് വാസ്തവത്തിൽ കെന്റ് ഇവിടെ ഇടുന്നത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ കോഴ്സുകളിൽ, ഉയർന്ന കോഴ്സുകളിൽ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പൊതുവേ ഉള്ള സെക്കുലറായിട്ടുള്ള മനഃശാസ്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ മനോരോഗ വിജ്ഞാനീയത്തിൽ നിന്നും വ്യത്യസ്തമായി ഹോമിയോപ്പതിക്ക് അതിൻ്റേതായ തനതായ ഒരു മനോരോഗ വിജ്ഞാനീയമുണ്ട്. അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളാണ് കെന്റ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാള് ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, അപ്പോൾ കെന്റ് തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ച് അറിയാവുന്ന സംതിങ്, സാമാന്യമായി അറിയാവുന്ന ഒരാളായിട്ടുള്ള താൻ, ഡിസ്റ്റർബിങ് ഹിസ് എക്സ്റ്റേണൽ വിൽ, അയാളുടെ ബാഹ്യമായ ഇച്ഛ. അവർ രണ്ടു തരം ഇച്ഛകൾ. ബാഹ്യമായ ഇച്ഛയിൽ അയാളാകെ അസ്വസ്ഥനാകാണ്. ബട്ട് ദ ഇന്റേണൽ വിൽ കനോട്ട് ബി അഫക്റ്റഡ് ബൈ മെഡിസിൻ. അപ്പോൾ അയാളുടെ ഈ ഒരു ഇന്റേണൽ വില്ല് അയാൾക്കുണ്ട്, ആന്തരികമായ ഒരു ഇച്ഛയുണ്ട്. ആ ഇച്ഛയെ ഔഷധം കൊണ്ട് നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഹിസ് എക്സ്റ്റേണൽ വോളണ്ടറി ഈസ് കണ്ടിന്യൂസ്ലി എക്സൈറ്റഡ് ബൈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. അയാളുടെ ബാഹ്യമായ സ്വമേധയായുള്ള അയാളുടെ ഇച്ഛ വോളണ്ടറിയാണ്, ഇൻവോളണ്ടറി അല്ല. അപ്പം അയാൾക്ക് അതിലൊരു സ്വാധീനമുണ്ട്. ബാഹ്യമായ അയാളുടെ ഇച്ഛ, ആ വോളണ്ടറി ആയിട്ടുള്ള വില്ല്, അയാൾക്ക് സ്വമേധയായുള്ള അയാളുടെ ഇച്ഛ, അത് തുടർച്ചയായി ഉത്തേജിപ്പിക്കപ്പെടുന്നു. എന്തിനാൽ? എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, ബാഹ്യമായ സ്വാധീനങ്ങളാൽ അയാളുടെ ബാഹ്യമായ അയാളുടെ നിയന്ത്രണത്തിലുള്ള ഇച്ഛ തുടർച്ചയായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു അനീതി കാണുന്നു. അനീതിയോട് ഒരു നീതിബോധമുള്ളവൻ പ്രതികരിക്കും, അയാളുടെ ബാഹ്യമായ ഇച്ഛ. ഒരു അക്രമം കാണുമ്പോൾ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു സാഹചര്യം കാണുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ, ചിലപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന് വിരുദ്ധമായി പോലും പ്രതികരിക്കാൻ ഒരു തോന്നലുണ്ടാകാം. അപ്പോൾ അത് ചുറ്റുപാടിനനുസരിച്ച് അയാളുടെ ബാഹ്യമായ അയാളുടെ ഇച്ഛ അല്ലെങ്കിൽ അയാളുടെ ഒരു വോൾണ്ടറി വില്ല്, അയാൾക്ക് തന്നെ സ്വാധീനമുള്ളൊരു വില്ല്, അയാൾക്ക് തന്നെ സ്വാധീനമുള്ളതുകൊണ്ട് ഔഷധങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകാം. പക്ഷേ അയാളുടെ ഇന്റേണൽ വില്ല് അതിന് ഔഷധം കൊണ്ട് സ്വാധീനിക്കാൻ പറ്റില്ല. ബട്ട് ഹിസ് റിയൽ വിൽ, അയാളുടെ യഥാർത്ഥ ഇച്ഛ, ഇൻ വിച്ച് ഈസ് ഹിസ് കോൺഷ്യൻസ് റെസ്ട്രെയിൻസ് ദാറ്റ് ആൻഡ് കീപ്സ് ഹിം ഫ്രം ക്യാരിയിങ് ദ ഇമ്പൾസസ് ഇൻ ടു എഫക്റ്റ്. അപ്പം അയാളുടെ ആന്തരികമായ ഇച്ഛ അല്ലെങ്കിൽ അയാളുടെ മനസാക്ഷി എന്ന് തന്നെ പറയാം. മനസാക്ഷി എന്ന സമയം അയാളുടെ ആന്തരികമായ ഇച്ഛയാണ് കെന്റിയുടെ മനസാക്ഷി, കോൺഷ്യൻസ് എന്നുള്ള വാക്ക് കൊണ്ട് പ്രയോഗിക്കുന്നത്. അതാണ് യഥാർത്ഥ ഇച്ഛ, റിയൽ വിൽ. അപ്പോൾ റിയൽ വില്ല് അയാളെ ഈ ബാഹ്യമായ വില്ലിൻ്റെ പ്രവർത്തികളിൽ നിന്നും അയാൾ തടയും. ദിസ് ക്യാൻ ഓൺലി ബി ഒബ്സർവ്ഡ് വെൻ ഇറ്റ്സ് ആക്ഷൻ ഈസ് ഓൺ എ റിയലി ഗുഡ് മാൻ. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ അയാളുടെ മനസാക്ഷി ശുദ്ധമായിരിക്കണം. മനസാക്ഷി നല്ല മനസാക്ഷിയായിരിക്കണം. നീതി ചെയ്യണം, നന്മ ചെയ്യണം എന്നുള്ള പ്രാഥമികമായ ആ ഒരു സെറ്റിങ്ങിലുള്ള ആന്തരിക ഇച്ഛ, ഇന്റേണൽ വിൽ അല്ലെങ്കിൽ അയാളുടെ കോൺഷ്യൻസ്, അയാളുടെ മനസാക്ഷി അങ്ങനെയായിരിക്കണം. മനസാക്ഷി ശുദ്ധമായിരിക്കുക. പക്ഷെ മനസാക്ഷി അയാളുടെ റിയൽ വിൽ, മനസാക്ഷി എന്ന് അയാളുടെ റിയൽ വിൽ, അയാളുടെ കോൺഷ്യൻസ് അത് കറപ്റ്റാണെങ്കിലോ, അത് സ്വതേ കറപ്റ്റാണെങ്കിൽ പിന്നെ അയാൾക്ക് വൈരുദ്ധ്യമില്ല. കാരണം പുറമേ നിന്ന് വരുന്ന ദുഷ്ട ചിന്തകൾ, ദുഷ്ട പ്രേരണകൾ, അതും അയാളുടെ ഉള്ളിലുള്ള അയാളുടെ ആന്തരിക സത്തയുമായിട്ട് ഒരു വൈരുദ്ധ്യമില്ല. പിന്നെ അപ്പോഴേക്കും റെസ്ട്രെയിൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഒരു തിന്മ ചെയ്യാനുള്ള ഒരു ഇമ്പൾസ് വന്നു, നിനക്ക് 1,00,000 രൂപ തന്നേക്ക്, അന്ന് ഇയാളെ കൊല്ലൂ, അല്ലെങ്കിൽ 50,000 രൂപ തന്നേക്ക്, അയാളെ കൈയും കാലം തല്ലി ഓടിക്കുന്നു, അയാൾ ചെയ്യും. കാരണം അതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുന്ന, അയാളെ നിയന്ത്രിക്കുന്ന ഒരു നല്ല ആന്തരിക ഇച്ഛ, ഇന്റേണൽ വിൽ അല്ലെ റിയൽ വിൽ അല്ലെ അയാളുടെ കോൺഷ്യൻസ്,
അങ്ങനെ ഇല്ല. അയാളുടെ കോൺഷ്യൻസും ഇന്റേണൽ വില്ലും കറപ്റ്റാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. റിയലി ഗുഡ് മാൻ എന്ന് പറയുന്നതാണ് അയാളുടെ ആന്തരികമായ വില്ല്, അയാളുടെ ബോധം, അയാളുടെ മനസാക്ഷിയും നല്ലതാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഹി ഹാസ് എ കോൺട്രവേഴ്സി വെൻ ഹിസ് എക്സ്റ്റേണൽ വിൽ ഈസ് അറോസ്ഡ്. അപ്പോൾ ബാഹ്യമായ ഇച്ഛയിൽ ഒരു അസ്വസ്ഥ ഉണ്ടാകുന്നു, ഒരു പ്രലോഭനം കൊടുത്തിട്ട് ഒരു തിന്മ ചെയ്യുമെന്ന് പറയുമ്പോൾ അയാളൊരു കോൺട്രവേഴ്സി ഉണ്ടാവും, അയാളുടെ മനസാക്ഷി അതിൽ നിന്ന് അയാളെ തടയും. ബട്ട് ഇൻ എൻ ഈവിൾ മാൻ, അയാളുടെ ഈവിൾ മാൻ ആണ്, അയാളുടെ കോൺഷ്യൻസ്, അയാളുടെ ബോധം, മനസാക്ഷി തിന്മ നിറഞ്ഞതാണെങ്കിൽ ദർ ഇസ് നോ റെസ്ട്രെയിൻറ്റ്, വൈരുദ്ധ്യമില്ല. പുറത്തും തിന്മ, അകത്തും തിന്മ, പിന്നെ എന്ത് വൈരുദ്ധ്യം, എന്ത് നിയന്ത്രണം? ആൻഡ് ഹി വിൽ നോട്ട് ഹാവ് ദിസ് സിംറ്റം. അപ്പം അങ്ങനെ ഒരാളിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണം ഉണ്ടാവില്ല. അനാകാർഡിയയിൽ പറയുന്നൊരു ലക്ഷണം ഉണ്ടാവില്ല. അപ്പം അനാകാർഡിയം നല്ല മനുഷ്യർക്കുള്ളതാണ്, മനസാക്ഷി ശുദ്ധമായിട്ടുള്ളവർക്കുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളിലെ ഈ ഒരു കോൺട്രവേഴ്സി, ഈ ഒരു വൈരുദ്ധ്യമുള്ളൂ, അതൊരു വൈരുദ്ധ്യമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട, എന്നെ സംബന്ധിച്ചോളം വളരെ നല്ല ഓർമ്മകൾ തരുന്ന ഒരു ലക്ഷണം. ഹാലൂസിനേഷൻസ്. എ ഡെമൺ സിറ്റ്സ് ഓൺ വൺ ഷോൾഡർ ആൻഡ് എൻ ഏഞ്ചൽ ഓൺ ദ അതർ. അയാളുടെ ഒരു മിഥ്യാസങ്കല്പം, അയാളുടെ ആകെ എക്സ്റ്റേണൽ വില്ലൊക്കെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അയാളുടെ മനസ്സും അയാളുടെ ബുദ്ധിയും ഇൻ്റലക്റ്റും എല്ലാം അതിൻ്റെ താഴേക്ക് തന്നെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ അയാൾക്ക് മിഥ്യാചിന്തകൾ ഉണ്ടാകുന്നു, മിഥ്യാബോധം, ഹാലൂസിനേഷൻ ഉണ്ടാകുന്നു. ആ ഹാലൂസിനേഷൻ എന്താ? ഒരു തോളിൽ ഒരു പിശാച്, ചെകുത്താൻ അല്ലെങ്കിൽ ദുർഭൂതം എന്താണോ, ഒരു ഈവിൾ വിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ മലയാള ഭാഷയിൽ യക്ഷി, ഭൂതം, പ്രേതം ഇരിക്കുന്നു. മറ്റേ തോളിൽ ഒരു ഏഞ്ചൽ ഉണ്ട്. ഒരു വെസ്റ്റേൺ, ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡിൽ ഏഞ്ചൽ എന്ന് പറയുന്നു മാലാഖ, അല്ലെങ്കിൽ ഒരു ദേവത, ദേവി, അല്ലെ നന്മയുടെ സ്വരൂപം എന്താണോ അത്, അങ്ങനെ ഇരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുന്നത്? ഹി ഈസ് ഡിസ്പോസ്ഡ് ടു മാലീസ് ആൻഡ് ഹാസ് ആൻ ഇറസിസ്റ്റബിൾ ഡിസയർ ടു കേഴ്സ് ആൻഡ് സ്വിയർ. അപ്പൊ ഈ ഡെമണിഷ് ആയിട്ടുള്ള, പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ തിന്മകാരുടെ സ്വാധീനം കൊണ്ട് അയാൾക്കൊരു ഡിസ്പോസിഷൻ, അയാളുടെ ഒരു പ്രകൃതം എന്തായിരിക്കും? തിന്മ ചെയ്യാൻ, അയാൾക്ക് തടയാനാവാത്തൊരു ഇറസിസ്റ്റബിൾ ഡിസയർ. കണ്ടോ, വില്ലിന്റെ ലക്ഷണമാണ് ഡിസയർ. അയാൾക്ക് തടയാൻ പറ്റാത്തൊരു ഡിസയർ വരുന്നു. എന്തിനു വേണ്ടിയാണ്? കേഴ്സ് ആൻഡ് സ്വിയർ, ശപിക്കാൻ, തെറ്റായ കാര്യങ്ങൾ ഒരു ആണയിടാൻ, അങ്ങനെയുള്ള ഒരു പ്രേരണ വരുന്നു. ലാസ്റ്റ് വെൻ ഹി ഷുഡ് ബി സീരിയസ്. അയാൾ കാര്യമായിട്ടൊരു കാര്യം പറയേണ്ടി വരുമ്പോൾ, ഗൗരവത്തോടൊരു കാര്യം പറയേണ്ടി വരുമ്പോൾ അയാൾ ചിരിക്കും. സോ ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ അണ്ടിൽ ഓൾ തിങ്സ് ഇൻ ദ എക്സ്റ്റേണൽ വിൽ ആർ ഇൻവേർട്ടഡ്. അപ്പൊ ഇങ്ങനെ അയാളുടെ ബാഹ്യമായ ഇച്ഛ, അയാൾക്ക് ബാഹ്യ സ്വാധീനത്തിൽ ചഞ്ചലപ്പെടാവുന്നൊരു ഇച്ഛ, അത് ഇൻവേർട്ടഡ്, അത് തലതിരിഞ്ഞു പോകുന്നതോളം അയാൾ ഇങ്ങനെ ഈ കേഴ്സിങ്ങും ഒക്കെ ആയിട്ട് അയാൾ പോവും. ഇന്റേണൽ ആങ്സൈറ്റി, അയാൾക്ക് ആന്തരികമായിട്ട് അയാളൊരു ഉത്കണ്ഠയുണ്ട്. കാരണം അയാളുടെ ഇന്റേണൽ വിൽ, നന്മയുടെ മനസാക്ഷി, ആ ഗുഡ് വിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അയാൾ ഉത്കണ്ഠ വരും. ദാറ്റ് ഈസ് ദ ഇന്റേണൽ വിൽ ഈസ് ഇൻ എ ടേമോയിൽ ഓവർ ദിസ് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ്. നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന അയാളുടെ ആന്തരിക മനസാക്ഷി, അല്ലെങ്കിൽ അയാളുടെ യഥാർത്ഥ വിൽ, യഥാർത്ഥ ഇച്ഛ, കളങ്കിതമല്ലാത്ത ഇച്ഛ, അത് അസ്വസ്ഥപ്പെടും. കാരണം പുറമേ നിന്ന് വരുന്ന പ്രേരണകൾ ആ തരത്തിലാണ്. ഇനിയൊരു കൊട്ടേഷനാണ്. കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ വിൽ ആൻഡ് റീസൺ. ഇച്ഛയും യുക്തിയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം. അയാൾക്ക് ബാഹ്യമായ ഒരു സ്വാധീനം കൊണ്ട് ഒരു തിന്മ ചെയ്യണമെന്നുള്ള ഒരു ഇച്ഛ വന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ യുക്തി, അത് ആന്തരികമായ ഇച്ഛയുടെ, നല്ല ഇച്ഛയുടെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് അയാൾക്ക് വൈരുദ്ധ്യം വരും. ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ് ടു എക്സ്പ്രസ് വാട്ട് ദ ഇൻഡിവിജ്വൽ ന്യൂ നത്തിങ് അബൌട്ട്. ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല. ആന്തരികമായ ഇച്ഛയെക്കുറിച്ചും ബാഹ്യമായി വരുന്ന ദുസ്വാധീനത്തെക്കുറിച്ചും അയാൾക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് അയാൾ ഈ ഒരു കോൺട്രഡിക്ഷൻ വന്നു എന്ന് അയാൾ പറയുന്നത്. വാസ്തവത്തിൽ കോൺട്രഡിക്ഷൻ അല്ലത്, പുറമേ നിന്ന് വരുന്നൊരു കാര്യത്തെ തള്ളിക്കളയാവുന്നേ ഉള്ളൂ. അയാൾ യഥാർത്ഥ റീസണുള്ള ഒരാളാണെങ്കിൽ പുറമേ നിന്ന് വരാവുന്ന അയാളുടെ എക്സ്റ്റേണൽ വില്ലിന് വരുന്ന ഡിസ്റ്റർബൻസിനെ അയാൾക്ക് തള്ളിക്കളയാൻ പറ്റും. അയാൾ തള്ളിക്കളയാൻ പറ്റാത്തത് അയാൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, അയാളെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്തത് കൊണ്ടാണ് അയാൾ ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പേഷ്യന്റ്, ഒരു പ്രൂവർ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇനി അടുത്തൊരു കൊട്ടേഷൻ. ഫീൽസ് ആസ് ദോ ഹി ഹാഡ് ടു വിൽസ്.
തനിക്ക് രണ്ട് ഇച്ഛകളുണ്ടെന്നുള്ളൊരു തോന്നൽ. അതായത് ആന്തരികമായ ഇച്ഛയും ബാഹ്യമായ ഇച്ഛയും അല്ല വാസ്തവത്തിൽ. അയാൾക്ക് തോന്നുന്ന അയാളുടെ യഥാർത്ഥ വില്ലിന് പുറമേക്ക് ബാഹ്യമായിട്ട് രണ്ടു തരം വില്ലുണ്ടെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ബെറ്റർ. അത് നല്ലതാണെന്നാണ് എൻ്റെ പറയുന്നത്. എൻ്റെ ഒരു 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 കമൻ്റാണ്, ദാറ്റ് ഈസ് ബെറ്റർ. കാരണം അയാളുടെ ആന്തരികമായ വില്ലിന് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഇറ്റ് ഫൈനലി ഡിസ്ട്രോയ്സ് ഓർ പാരലൈസ് ദ എക്സ്റ്റേണൽ വിൽ. ആൻഡ് വെൻ എ മാൻ ഈസ് നാച്ചുറലി ഈവിൾ and is under the paralyzing influence of anacardium, he will do acts of violence. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ഒരു അവസ്ഥയിൽ ഇനി ഒരു അനാകാർഡിയം ഒരാളെ പ്രൂവ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്ന് നോക്കുക. അയാളുടെ ആന്തരികമായ വില്ല്, മനസാക്ഷി, അത് ഈവിളാണ്, അത് മോശമായിട്ടുള്ള മനസാക്ഷിയാണ്. അങ്ങനെ ഒരാള് കുഴപ്പമില്ലാതെ പോകുന്നത് അയാളുടെ ബാഹ്യമായ വില്ല്, അയാൾക്ക് നിയന്ത്രിക്കാവുന്ന, വോളണ്ടറി ആയിട്ട് അയാൾക്ക് നിയന്ത്രിക്കാവുന്ന അയാളുടെ ബാഹ്യമായ വില്ല് ആക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ അയാൾ ബാഹ്യമായ സമൂഹത്തിൽ നല്ലൊരു പദവി കാണിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു വില്ലുള്ളതുകൊണ്ട്, അയാൾക്ക് നിയന്ത്രണത്തിലുള്ള വില്ലുള്ളതുകൊണ്ട് അയാളുടെ യഥാർത്ഥ സ്വരൂപത്തെ അയാൾ പുറത്ത് കാണിക്കാതെ അങ്ങനെ പോകും. പക്ഷേ അയാൾക്ക് അനാകാർഡിയം കൊടുത്തു, അയാൾക്ക് പ്രൂവ് ചെയ്യാൻ അനാകാർഡിയം കൊടുത്തിട്ട് ഇയാളുടെ ബാഹ്യമായ വില്ലും നിഷ്ക്രിയമായി പോയി, പാരലൈസ്ഡായി പോയി. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അയാളിൽ നന്മയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ ഹി വിൽ ഡു ആക്ട്സ് ഓഫ് വയലൻസ്, അയാൾ അക്രമ പ്രവൃത്തികൾ അയാൾ ചെയ്യും. എ വിക്കഡ് മാൻ ഈസ് റെസ്ട്രെയിൻഡ് നോട്ട് ബൈ ഹിസ് കോൺഷ്യൻസ് ബട്ട് ബൈ ദ ഫിയർ ഓഫ് ലോ. ഒരു മോശമായ ഒരു മനുഷ്യൻ, ഒരു ദുഷ്ടൻ, അല്ല ദുഷ്ട, അയാളെ ദുഷ്ടത പ്രവർത്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ കോൺഷ്യൻസ് കൊണ്ട്, അയാളുടെ ഇന്റേണൽ വില്ല് കൊണ്ടല്ല. കാരണം ഇന്റേണൽ വില്ല് കറക്റ്റാണ്, ദുഷ്ടതയുള്ളത് ഇന്റേണൽ വില്ലാണ്. അതുകൊണ്ട് അയാളുടെ മനസാക്ഷി അയാളെ നിയന്ത്രിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അയാൾ നിയന്ത്രിച്ച് നിൽക്കുന്നുണ്ട് ബൈ ഫിയർ ഓഫ് ദ ലോ. പുറമേക്കുള്ള നിയമത്തെ അയാൾ ഭയപ്പെടുന്നു. നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യൻ പീനൽ കോഡ്. ആ ഒരു നിയമം മാത്രമല്ല, സാമൂഹ്യമായിട്ടുള്ള പൊതു നിയമങ്ങൾ. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവർ അയാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു സാമൂഹ്യ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം അല്ലെങ്കിൽ ബോധം ഉള്ളത് കൊണ്ടാണ് അയാൾ തിന്മ ചെയ്യാത്തത്. പക്ഷെ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് തിന്മയാണ്, വിക്കറ്റാണ് ആള്. അനാകാർഡിയം പാരലൈസ് ദ എക്സ്റ്റേണൽ വിൽ ആൻഡ് പ്ലേസസ് ഹിം ഇൻ എ പൊസിഷൻ ഓഫ് ഇംബസിലിറ്റി. അങ്ങനെ ഒരാൾക്ക് അനാകാർഡിയം കൊടുത്താൽ, അനാകാർഡിയത്തിൻ്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഈ എക്സ്റ്റേണൽ വില്ല് അയാൾക്കൊരു സെൽഫ് റെസ്ട്രെയിൻ നടത്താൻ അയാളെ പ്രാപ്തനാക്കുന്ന ബാഹ്യമായ ഇച്ഛയും മാന്യത്തിലായി പോവും. അങ്ങനെ വരുമ്പോൾ അയാൾ ഇംബസിലിറ്റിയിലായി പോവും, മാന്യത്തിലാൻ. ഹി ഡസ് ആക്ട്സ് ഓഫ് വയലൻസ് ഫ്രം ഹിസ് ഓൺ നാച്ചുറൽ പെർവേർട്ടഡ് സെൽഫ്. അങ്ങനെ വരുമ്പോൾ അയാൾ അക്രമം ചെയ്യും. എന്തുകൊണ്ടാണ്? അയാളുള്ള സ്വാഭാവികമായിട്ട് തന്നെ പെർവേർട്ടഡ് ആയിട്ടുള്ള സെൽഫ്, അയാളുടെ ആന്തരിക സ്വത്വം, അയാളുടെ തനിമ, അയാളുടെ മനസാക്ഷി, അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ, അത് പെർവേർട്ടഡ് ആണ്. അത് എന്തുകൊണ്ടോ അത് പെർവേർട്ടഡ് ആണ്. ആ പെർവേർട്ടഡ് ആയിട്ടുള്ള മനുഷ്യൻ പിന്നെ എന്ത് വയലൻസും ചെയ്യും. കാരണം അയാൾ അതിൽ നിന്ന് തടയുന്ന, അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മറ്റുമൊക്കെ അയാൾ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന അയാളുടെ എക്സ്റ്റേണൽ വില്ല് അവിടെ പാരലൈസ്ഡായിപ്പോയി, ഇമ്പസിലായിപ്പോയി. നേരത്തെ പറഞ്ഞില്ലേ, സെൻസസ് ഒന്നും ഇല്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇതിനെ ചേർത്ത് വായിക്കണം. അങ്ങനെ വരുമ്പോൾ അയാളുടെ തനി സ്വഭാവം അതേപടി പുറത്തു വരും. യാതൊരുവിധ എക്സ്റ്റേണൽ വില്ലിൻ്റെ യാതൊരു നിയന്ത്രണമില്ലാതെ പുറത്തു വരികയും അയാൾ എന്ത് അക്രമവും ചെയ്യും. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തണമെന്ന് ഞാൻ പല ഔഷധങ്ങളുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അനാകാർഡിയത്തിൻ്റെ കാര്യം വെച്ചുകൊണ്ട് ചിന്തിക്കാവുന്നതാണ്. വാസ്തവത്തിൽ ഹോമിയോപ്പതിയിൽ ഗവേഷണങ്ങൾ നടക്കേണ്ട ഒരു മേഖലയാണിത്. ഹോമിയോപ്പതിയുടേതായിട്ടുള്ളൊരു മനോവിജ്ഞാനീയ ശാസ്ത്രം, ഒരു ഹോമിയോപ്പതിയായിട്ടുള്ളൊരു കുറ്റകൃത്യങ്ങളുടെ ഒരു ക്രിമിനോളജി, സൈക്കോളജി, സൈക്കാട്രി ഒക്കെ ഉരുത്തിരിഞ്ഞ് വരണം. അതിന് തക്ക ഗവേഷണങ്ങൾ നടക്കണം. ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷേ ആ ഒരു തരത്തിലാണോ പഠനങ്ങൾ
പോകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് നിങ്ങൾ ഒരു പരിശ്രമിക്കുക. അതിൻ്റെ ഒരു നിലപാട് തറ, ഒരു പ്രാരംഭ ബിന്ദു, ഒരു ഫൾക്രം, ഒരു ആധാരം, അതായിട്ട് ഈ അനാകാർഡിയം ഓറിയന്റേല എന്നുള്ള ഔഷധത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്വീകരിക്കാവുന്നതാണ്. കാരണം കെന്റ് ഇതിൽ നിറയെ അതിന് വേണ്ടുന്ന വിജ്ഞാനം, നമുക്ക് ഇരുന്ന് ചിന്തിക്കാവുന്ന ധാരാളം കാര്യങ്ങൾ കെന്റ് ഇതിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ ഹി ഹാസ് സോ ആക്റ്റഡ് ഓൺ എ പോർഷൻ ഓഫ് ദ മൈൻഡ് ദാറ്റ് ഇറ്റ് ടീച്ചസ് എ ഗ്രേറ്റ് ഡീൽ. അതുകൊണ്ട് അയാൾ പ്രവർത്തിച്ചത് പോർഷൻ ഓഫ് ദ മൈൻഡ്, അയാളുടെ മനസ്സിന്റെ ഒരു ഭാഗം കൊണ്ടാണ് അയാൾ പ്രവർത്തിച്ചത്. ഇങ്ങനെ വരുമ്പോൾ വില്ലും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എനിക്കിപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ അന്ന് 88 മറ്റോ വായിച്ചപ്പോൾ ഇട്ടുവെച്ച ആ ഒരു ചോദ്യചിഹ്നം ഇപ്പോൾ ഇവിടെ ഉണ്ട്, പോർഷൻ ഓഫ് മൈൻഡ്. എനിക്കത് വ്യക്തമായിട്ട് അന്ന് മനസ്സിലായി. ഞാൻ ബാബുചേട്ടനായിട്ട് നിരവധി മണിക്കൂറുകൾ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അറ്റംപ്റ്റ്സ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിന്റെ ഒരു ഭാഗം വെച്ചുകൊണ്ടാണ് അയാൾ പ്രവർത്തിച്ചത്. അപ്പോൾ മനസ്സിൽ പല ഭാഗങ്ങളുണ്ട്. വില്ലിന്റെ ഇന്റേണൽ വില്ലിനും എക്സ്റ്റേണൽ വില്ലിനും പ്രവർത്തിക്കാനുള്ള, അതിന് സബ്സീക്വൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളുണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് വ്യക്തമായിട്ട് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പോർഷൻ ഓഫ് മൈൻഡ്, ഓൺ എ പോർഷൻ, അയാളുടെ മനസ്സിന്റെ ഒരു ഭാഗം വെച്ചുകൊണ്ടാണ് അയാൾ ഈ തിന്മ പ്രവർത്തിച്ചിരിക്കുന്നത്. അയാൾ എക്സ്റ്റേണൽ വില്ല് പാരലൈസ്ഡ് ആയി, ഇന്റേണൽ ആയിട്ടുള്ള ഒരു മെലീഷ്യസ് ബാഡ് വില്ല് വെച്ചുകൊണ്ട് അയാൾ പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ ഒരു പോർഷനാണ് അയാളുടെ ചിന്തകൾ വരുന്നത്. അപ്പോൾ മനസ്സിന് പല മണ്ഡലങ്ങളും പല ഭാഗങ്ങളുമുണ്ട്. അത് ഇറ്റ് ടീച്ചസ് എ ഗ്രേറ്റ് ഡീൽ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. I have learned much from Anacardium, Aurum and Argentum of the strange action of the medicines on the human mind. എൻ്റെ സ്വന്തം പഠനത്തെക്കുറിച്ച് പറയുകയാണ്. എന്ത് മനോഹരമാണത്. അനാകാർഡിയം, ഓറം, അർജന്റം, ഈ 3 ഔഷധങ്ങളിൽ വെച്ചുകൊണ്ട് ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. എന്തെക്കുറിച്ചാണ് പഠിക്കുന്നത്? സ്ട്രേഞ്ച് ആക്ഷൻ ഓഫ് മെഡിസിൻ ഓൺ ദ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യ മനസ്സിലുള്ള ഔഷധങ്ങളുടെ അജ്ഞാതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം പഠിച്ചിട്ടുണ്ട്. അനാകാർഡിയം, ഓറം ആൻഡ് അർജന്റം, എന്ത് ഗംഭീരമാണത്. നമുക്കും പഠിക്കാൻ ഒത്തിരി ഇതിൽ നിന്നുണ്ട്. സൈക്കോളജി മസ്റ്റ് ബി ഫിഗേർഡ് ഔട്ട് ബൈ ദ ആക്ഷൻ ഓഫ് ഡ്രഗ്സ് ഓൺ ദ ഹ്യൂമൻ മൈൻഡ്. ഇനിയാണ് സൈക്കോളജിയെക്കുറിച്ചുള്ള ആ ഒരു ഹോമിയോപ്പതിക് സൈക്കോളജിയെക്കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വരേണ്ട ഇവിടെയാണ്. അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. എന്തായിരിക്കും സൈക്കോളജി? മസ്റ്റ് ബി ഫിഗേർഡ് ഔട്ട്. എങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ സ്വരൂപിക്കേണ്ടത്? ആക്ഷൻ ഓഫ് ഡ്രഗ്സ് ഓൺ ഹ്യൂമൻ മൈൻഡ്. സൈക്കോളജിയെക്കുറിച്ചുള്ള ധാരണ വരേണ്ടത് ഔഷധങ്ങൾ മനുഷ്യ മനസ്സിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ഫലങ്ങൾ നിരീക്ഷിച്ച് പഠിച്ചിട്ടാണ്. സൈക്കോളജിയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ട്. അങ്ങനെ സിദ്ധാന്തങ്ങൾ വന്ന് പലരും പിന്നീട് ആത്മഹത്യ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ സിദ്ധാന്തങ്ങൾ, മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ, ഡെയിൽ കാർണിഗിയെ പോലുള്ള ആളുകൾ. ഡെയിൽ കാർണിഗി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? വളരെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങിൻ്റെ വളരെ മനോഹരമായ പുസ്തകങ്ങൾ എഴുതി ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ടത്. വിവർത്തനം ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചിരിക്കുകയായിരുന്നു. ചിരിയും സങ്കടവും വരും. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അത് എത്രത്തോളം വസ്തുനിഷ്ഠമാണ്. അത് എഴുതിയ അല്ലെങ്കിൽ ആ പഠനം ഉണ്ടാക്കിയ വ്യക്തിയുടെ ചിന്തയുടെ മണ്ഡലത്തിൽ നിന്നുള്ളൊരു സാധനമാണ്. അതിനൊരു വസ്തുനിഷ്ഠമായ ഒരു അടിത്തറ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ എഴുതിയവരും പറഞ്ഞവരും ഒക്കെ അവർ പറഞ്ഞതിനും പഠിപ്പിച്ചതിനും വിരുദ്ധമായിട്ട് പിന്നീട് പ്രവർത്തിക്കില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സൈക്കോളജി എവിടെ നിന്നാണ് പുറപ്പെടേണ്ടത്? മസ്റ്റ് ബി ഫിഗേർഡ് ഔട്ട് ബൈ ദ ആക്ഷൻ ഓഫ് ഡ്രഗ്സ്. ഹോമിയോപ്പതിക്ക് ഔഷധങ്ങളുടെ പ്രൂവിങ്ങിലും അല്ലാത്തപ്പോഴും ക്ലിനിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും, പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളിൽ നിന്നും, അവയെ നിങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിന്നും, രോഗി അവയെക്കുറിച്ച് പറയുന്നതിൽ അതിൽ നിന്നുമാണ് യഥാർത്ഥ സൈക്കോളജി ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്നും സ്വയം പ്രകടിതമാകേണ്ടത് അതിൽ നിന്നാണ്. കണ്ടോ, മനോവിജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു വളരെ തനിമയുള്ള, വളരെ വസ്തുനിഷ്ഠമായ ഒരു ചിന്തയാണ് കെന്റ് മുന്നോട്ട് വെക്കുന്നത്. By this means we get the facts
അപ്പൊ ഇതെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്നും ഒരു ചിന്തയില്ല. ഇപ്പോൾ ഡെയിൽ കാർണഗിയുടെ പുസ്തകങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വിവർത്തനം ചെയ്ത് കിടക്കാം, മലയാളം ഇംഗ്ലീഷ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഫാക്റ്റല്ല, അത് ആ മനുഷ്യൻ നടത്തിയ കുറേ പഠനങ്ങളുണ്ട്, അത് വസ്തുതയാണ്. ആയിരക്കണക്കിന് പേരിൽ നടത്തിയ പഠനങ്ങളുണ്ട്, ആ മനുഷ്യൻ്റെ ചിന്തകളുമുണ്ട്. അതിലപ്പുറം ഒരു വസ്തുനിഷ്ഠത അതിനില്ല. ഇദ്ദേഹം പഠിച്ച ആയിരങ്ങൾ, സാമ്പിൾ സർവേക്ക് ഉപയോഗിച്ച ആയിരങ്ങൾ, ഈ 1000-ൽ എത്ര പേര് സത്യം പറഞ്ഞിട്ടുണ്ടാകാം? ഒരു സാമ്പിൾ സർവേ ആണ്, നിങ്ങളടുത്ത് തന്നെ സാമ്പിൾ സർവേക്ക് വേണ്ടി ആരെങ്കിലും വന്നു, നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായിട്ടായിരിക്കും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്? ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അത്തരത്തിൽ സ്ക്യൂഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പം അത്തരം ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഇത്തരം പുസ്തകങ്ങൾ എഴുതപ്പെട്ടുള്ളതും സിദ്ധാന്തങ്ങൾ രൂപീകരിക്കപ്പെട്ടുള്ളതും. അതിൻ്റെ വസ്തുനിഷ്ഠതയ്ക്ക് ഒരു പരിധിയുണ്ട്. ബൈ ദിസ് മീൻസ് വി ഗെറ്റ് അറ്റ് ഫാക്ട്സ് ആൻഡ് ക്യാൻ ലേ അസൈഡ് മെനി ഹൈപ്പോത്തിസിസസ്. അപ്പൊ ഇവിടെ നമുക്ക് ഫാക്ട്സ് കിട്ടും. ഒരു ഔഷധം കൊടുത്തിട്ട് അതിൻ്റെ ഫലമായി ആ വ്യക്തിയുടെ പൂർണ്ണ മനോമണ്ഡലത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ലക്ഷണങ്ങൾ, അത് വസ്തുനിഷ്ഠമാണ്. അതാണ് വസ്തുനിഷ്ഠം. മറ്റേത് ഹൈപ്പോത്തിസിസ് ആണ്, അവരുടെ സങ്കല്പങ്ങളാണ്. ഇപ്പോൾ കർണിയെ പോലുള്ള ആളുകൾ നല്ല മെറ്റിക്കുലസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്, അതിനെ നമ്മൾ അംഗീകരിക്കണം. എങ്കിൽ പോലും അത് എത്രത്തോളം ഫാക്ച്വൽ ആണ്, എത്രത്തോളം റിലയബിൾ ആണ്. മെഡിക്കൽ പ്രൂവിങ്ങിൽ ഒരു ഔഷധം കൊടുത്തിട്ട് അത് കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഒരു വ്യക്തിയെ മാത്രമല്ല, പലരിലും ചെയ്യുന്നു. ഒരു വോളണ്ടറി ഗ്രൂപ്പിലാണ് അത് ചെയ്യുന്നത്. അതിനെ ക്രോഡീകരിക്കുന്നു. ഈ രോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ, അവിടെ ഔഷധങ്ങൾ കൊടുത്തുണ്ടാകുന്ന ഫലങ്ങൾ, അത് നമ്മൾ ക്രോഡീകരിക്കുന്നു. അത് വസ്തുനിഷ്ഠമാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് യഥാർത്ഥ ഒരു സൈക്കോളജി. സൈക്കോളജി മസ്റ്റ് ബി ഫിഗേർഡ് ഔട്ട് ബൈ ദ ആക്ഷൻ ഓഫ് ഡ്രഗ്സ് ഓൺ ഹ്യൂമൻ മൈൻഡ്. ബൈ ദിസ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതാണ് പ്രധാനം, ഇതുകൊണ്ടാണ് അർത്ഥമാക്കുന്നത് വി ഗെറ്റ് അറ്റ് ഫാക്ട്സ് ആൻഡ് ക്യാൻ ലേ അസൈഡ് മെനി ഹൈപ്പോത്തിസിസ്. അപ്പോൾ മുന്നിൽ നേരത്തെ പഠിച്ച ഈ സങ്കല്പങ്ങളും ചിന്തകളിൽ നിന്നുണ്ടായ ആ കാര്യങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. ഹോമിയോപ്പതിയുടേതായിട്ടുള്ള ഒരു സൈക്കോളജി, ഒരു സൈക്കാട്രി, ഒരു ക്രിമിനോളജി വരെ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എത്രത്തോളം മനോഹരമാണ്, എത്രത്തോളം മാനവരാശി ഉപകരിക്കുന്നതാണ്. ശരിയായി ഗ്രഹിക്കുക. നമുക്ക് അടുത്ത ഒരു ഭാഗം കൂടി മാത്രമേ ഈ അധ്യായത്തിലുള്ളൂ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രാക്ടീസിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ തരുന്ന ഔഷധങ്ങളിലൊന്നാണത്. എനിക്കൊരു അനുഭവമുണ്ട്, ഞാൻ ഇവിടെ അത് പറയണമെന്ന് കരുതിയാണ്, പക്ഷേ സമയപരിധി കാരണം ഞാൻ പറയുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഞാനത് പറയാം. അത് ഇപ്പോഴും എനിക്ക് വളരെയധികം ആനന്ദം തരുന്ന ഒരു അനുഭവമായിരുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.